മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാൽ, അതുപോലെ തന്നെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടനും സംവിധായകനുമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ ദിലീപ് തുടങ്ങിയിട്ട് മലയാള സിനിമയിലെ ഒരുപാട് സെലിബ്രിറ്റികളുടെ വാഹനങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അതിൻ്റെ പേര് കാൽഗാരി ഡീറ്റെയിലിംഗ് സെൻറ്റർ എന്നുള്ളതാണ്. കേരളത്തിൽ കൊച്ചി ആസ്ഥാനമായിട്ട് ആരംഭിക്കുകയും പിന്നീട് ഇന്ത്യയുടെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ബ്രാൻഡിൻ്റെ മലപ്പുറം ജില്ലയിലെ ഉദ്ഘാടന ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി എന്ന് പറയുന്ന പ്രദേശത്ത്, പുത്തനത്താണി ഇപ്പോൾ പതുക്കെ ഒരു മലപ്പുറം ജില്ലയുടെ ഒരു അടിപൊളി ഓട്ടോ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രദേശത്താണ് കാൽഗാരി ഓട്ടോ ഡീറ്റെയിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ശരിക്കും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, അതായത് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നിക് വ്ലോഗ്സ്, അതുപോലെ തന്നെ ഹാരിസ് സമീർ അലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പുത്തനത്താണിയിൽ റോഡ് സൈഡിൽ, അതായത് തിരുനാവായ പുത്തനത്താണി റോട്ടിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥാപനം കാൽഗാരി ഡീറ്റെയിലിംഗ് സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത്. ശരിക്കും കാൽഗാരി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സർവീസുകളാണ് ഇവർ നൽകുന്നത്, അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് കാൽഗാരി ഡീറ്റെയിലിംഗ് സെന്ററിന്റെ മലപ്പുറത്ത് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത് ചൂടാറുന്നതിന് മുമ്പ് അതിനകത്താണ്. ശരിക്കും കുറച്ച് ചൂടുണ്ടല്ലോ, നല്ല ചൂടുണ്ട്. അപ്പോൾ കാൽഗാരിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം ഹാരിസിക്കനെ കുറിച്ച് പറയാം. കാരണം വർഷങ്ങളായിട്ട് കാൽഗാരി എന്ന് പറയുന്ന സെന്ററിന്റെ എന്താ പറയാ ഹാപ്പി കസ്റ്റമറാണ്. കാൽഗാരിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 5 ഹെക്ടർ എടുത്തിട്ട് 2 വർഷം കഴിയാറായി. 5 ഇറങ്ങി ഉടനെ ആദ്യം എടുത്ത കസ്റ്റമേഴ്സ് ഉടനെ തന്നെ കാൽഗാരിയെ കൊണ്ടുപോയി എന്താണ് വളരെ നല്ല അഭിപ്രായമാണ്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണ് ശ്രമിക്കുന്നതൊക്കെ എന്നെ പരിചയപ്പെടുത്തിയത് കാൽഗാരിയാണ്. പല സ്ഥലത്തുണ്ടെങ്കിലും ഞാൻ മടിച്ചു നിന്നത് പുതിയ വണ്ടിക്ക് എന്തിനാണെങ്കിൽ അതിന്റെ ആവശ്യമുള്ളത് പേര് കൊടുത്ത് നിൽക്കാവുന്ന ഞങ്ങളുടെ ഗ്യാരണ്ടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയി ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറെ ഐറ്റംസ് പുതിയ അപ്ഡേറ്റ്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പോലെ തന്നെ ഇവരുടെ മെറ്റീരിയൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും എന്നെ വിളിച്ചിട്ട് നിൽക്കുക പുതിയ സംഭവങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഫോളോഅപ്പ് വീണ്ടും കൊണ്ടുപോയി ആ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി അവർ വീണ്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവർക്കൊരു ലേബർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സെലിബ്രിറ്റീസ്, ഇതിപ്പോ നമ്മള് ഇന്നാണ് ഓപ്പൺ ആയത്, ഒട്ടുമിക്ക സെലിബ്രിറ്റീസ് ഇപ്പൊ എന്റെ ആ വണ്ടി ചെയ്യുന്ന സമയത്ത് തന്നെ ലാലേട്ടന്റെ വണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു, ഗോപി സുന്ദറിന്റെ വണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് എന്റെ ഒരു 10 വർഷം പഴക്കമുള്ള ഒരു എന്റെ സൈഡോ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ പഴയ ഡിഫൻസ് അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത്. തീർച്ചയായിട്ടും ഇവരുടെ അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാം എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അപ്പം ഹാരിസിക്കനെ കുറിച്ച് ഞാൻ ശരിക്കും വലിയൊരു ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ട്രാവൽ ബ്ലോഗറാണ്. റോയൽ സ്കൈ ഹോളിഡേയ്സ്. ഞാൻ എന്റെ ഫോണിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ റോയൽ സ്കൈ ഹോളിഡേയ്സ്, ഹരീസിക്ക, തായ്ലാന്റ് ട്രിപ്പ്, രതീഷ് ആർ മേനോൻ, അങ്ങനെയാണ് സേവ് ചെയ്തത്. കാരണം രതീഷ് ചേട്ടന്റെ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ഹരീസ്ഖാനെ കാണുന്നത്. പിന്നെ ഞാൻ ഹരീസ്ഖാനെ മനസ്സിലാക്കി അടുത്തറിഞ്ഞപ്പോൾ ഹാരിസിക്ക എന്നാക്കി ചുരുക്കി. പിന്നെ വേറെ അഡ്രസ് പിന്നെ വേണ്ട. നെക്ക് ബ്രോ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വെറൈറ്റി ടീമിലൂടെ കോഡ് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാൽഗാരിനെ കുറിച്ചും ഇവിടുത്തെ ഇപ്പൊ തന്നെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഇത്രയും ആൾക്കാർ സ്നേഹത്തോടെ വന്നല്ലോ. അതുപോലെ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടി തണുത്താണ് നീക്കിക്കൊണ്ടിരിക്കുക ഫ്രണ്ടിലോട്ട്. അതല്ലേ വേറെ ലെവലായിരുന്നു. ഞാൻ ചെയ്തിട്ട് വണ്ടി എടുക്കുന്നത് ചർച്ചയാവാന്നല്ലേ. അപ്പൊ എന്തായാലും നമ്മളുടെ വിശിഷ്ട അതിഥികളായിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിൽ. എല്ലാവരും കൂടിയായിരുന്നു കാൽഗാരി എന്ന് പറയുന്ന സെന്റർ മലപ്പുറത്തിൽ സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഉദ്ഘാടനം ആദരണീയ ശിഹാബ് തങ്ങൾ, അതായത് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന തങ്ങളാണ്. തങ്ങളെ ഒരു ബൈറ്റ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു തങ്ങൾ വന്നു ഉദ്ഘാടനം കഴിഞ്ഞാൽ പോയി. തങ്ങൾക്ക് ആ ഒരു ലൈനിൽ 5-6 പരിപാടി ഉണ്ട് പറഞ്ഞത്. അപ്പൊ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ക്യാമറയ്ക്ക് പുറകിലുള്ള നമ്മുടെ ഇർഫാസ്ക്കാണ് ഫോട്ടോ എടുത്തത്. പ്രത്യേകം പറഞ്ഞത്, കാരണം ഫോട്ടോ നന്നായി എല്ലാവരും ചോദിക്കുന്നത് ആരാണ് അത് പറയണല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഓണേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയണം. അപ്പൊ കാൽഗാരി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ സർവീസാണ് മലപ്പുറം ജില്ലക്കാർക്ക് കിട്ടുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ കാൽഗാരി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഉപകാരപ്പെട്ട പാണക്കാട്
മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഇവർ 4 സുഹൃത്തുക്കൾ ചേർന്നിട്ടല്ലേ, 5 ആള്. റിയാസ് ബ്രോ, നിയാസ് ബ്രോ, നിങ്ങളുടെ പേര് റഫീഖ്. ഇവർ രണ്ടാളും പേര് ഒരേപോലെ അതുകൊണ്ട് ഞാൻ പഠിച്ചു വെച്ചാണ്. റിയാസ് ബ്രോ ആയിരുന്നു നമ്മളെ ടച്ച് പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഇവർ 2 ആൾക്കാർ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് അജ്മൽ ഫസൽ. ഇവർ ശരിക്കും കൊച്ചിൻ അല്ലേ, നമ്മൾ അരൂരുള്ള നമ്മുടെ ജയകൃഷ്ണൻ ചേട്ടൻ നമ്മൾ അറിയുന്ന ആളാണ്. അപ്പോൾ അവരുടെ ടീമിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ സെറാമിക് കോട്ടിങ് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഭയങ്കര സംശയം. നമുക്കൊക്കെ വീഡിയോയിൽ കമൻറ്റിൽ വരാറുണ്ട്, ഈ സെറാമിക് ചെയ്യണോ, ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് ചെയ്യണോ എന്നുള്ളൊരു സംശയം പലർക്കും ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ അവരോട് പറയണം ചെയ്യണം എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ റീസൺ? തീർച്ചയായിട്ടും നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു പുതിയ വണ്ടി ഇറങ്ങുകയാണ്, ആ ഒരു ഫ്രഷ് ഫീലിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും സെറാമിക് കോട്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇപ്പം ഒരു സ്ക്രാച്ച് വീഴുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. സെൻസ് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു വണ്ടിയിൽ സെറാമിക് കോട്ടിങ് ചെയ്ത വണ്ടിയിൽ നോർമൽ സ്ക്രാച്ച് വീണത്രയും സെറാമിക് കോട്ടിങ് ചെയ്തതിൽ വീഴില്ല. കൂടുതലായിട്ട് ഇപ്പൊ എന്തെങ്കിലും കൊണ്ട് സ്ലിപ്പി ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സെറാമിക് കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഫ്രഷ്നെസ് എന്നുള്ളത് പ്രധാന പോയിന്റ്. ആ ഒരു എക്സ്ട്രാ ഒരു ഗ്ലോസി ഫീൽ നമുക്ക് സെറാമിക് കോട്ടിങ്ങിലൂടെ കിട്ടും. നമുക്ക് പിന്നെ അതുപോലെ തന്നെ കാൽഗരി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. അതുപോലെ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ്. തീർച്ചയായും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ സെലിബ്രിറ്റികളും എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ കുറേ സംശയം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് സെറാമിക് ഷോപ്പുകളുണ്ട്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാടുണ്ട്. അവരിൽ നിന്ന് കാൽഗരിൻ്റെ വ്യത്യാസം എന്താണ്? പക്ഷെ നമുക്ക് കൊടുക്കുന്ന കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഏറ്റവും വേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ചെയ്ത് ഇപ്പോൾ ഒരു എമൗണ്ട് എന്നിട്ട് ആ ഒരു എമൗണ്ട് ചെയ്ത് തന്നതിനും കുറച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സെറാമിക് ഇത്ര എമൗണ്ട് തന്നിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമ്മൾ അതിൽ സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഇത് ചെയ്തത്. ബ്രാൻഡ് ക്വാളിറ്റി ഇപ്പൊ നമ്മൾ ഒരു 7 വർഷത്തോളം എന്ന് വെച്ചാൽ കേരളത്തിൽ ഫസ്റ്റ് ഡീറ്റെയിലിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യണത് കാൽഗരിയാണ്. അടിപൊളി. അതാണ് കാൽഗരിയുടെ ഹൈലൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ ഇവരെല്ലാവരും ഇപ്പോൾ നമ്മളെല്ലാവരും പയനീഴ്സ് എന്നാ പറയാം അല്ലേ, ഇതിൽ ഭയങ്കര ലെജൻഡുകൾ അന്വേഷിച്ച് പോകുന്നതുകൊണ്ടായിരിക്കും സെലിബ്രിറ്റികളൊക്കെ കാൽഗരിയിൽ എത്തുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു റിയാസ് ബ്രോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയത്തൊരു എഫേർട്ട്. എന്നെ വിളിക്കുമ്പോഴൊക്കെ പുള്ളി എപ്പോഴും പറയുന്നത് ഇതിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് നമ്മളെ അത്രയും കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു, അതിപ്പോൾ നടന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തോന്നു? നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നത് ജയകൃഷ്ണൻ തുടക്കം മുതൽ ഇതുവരെ മേഘാട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് എല്ലാ കാര്യത്തിനും എന്തുണ്ടെങ്കിലും മുന്നോട്ട് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്നുള്ളൊരു ധൈര്യം നമ്മളെ ബാക്കിലുണ്ട് എന്നുള്ള ഒരു ധൈര്യം. അടിപൊളി. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ കാൽഗരിയുടെ ഒരു നല്ല തുടക്കട്ടോ. 3ാമത്തെ ഔട്ട്ലെറ്റാണ് ശരിക്കും കാൽഗരിയുടെ. മാംഗ്ലൂർ ഒന്നുണ്ട്, നമുക്ക് മാംഗ്ലൂർ, മലപ്പുറം, കൊച്ചി. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ കാൽഗരി ഡീറ്റെയിലിംഗ് സെൻറ്ററിനെ കുറിച്ച് വിശദമായിട്ട് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സെറാമിക് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ശരിക്കും കാൽഗരിനെ കുറിച്ച് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ ഇഷ്ട ബ്രാൻഡ് എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പയനീർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്രാൻഡ് ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് എല്ലാവരും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹാരിസിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ സുജിത്ത് ഭക്തൻ, അതുപോലെ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു നിര, സെലിബ്രിറ്റികളുടെ കാര്യം പറയുമ്പോൾ മാർട്ടിൻ പറക്കാട്ട്, അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റി. നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മോഹൻലാൽ 2255 നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് കാൽഗരിനെ കുറിച്ച് കാണുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. വീഡിയോ ആയിട്ടിടാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ രസകരമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ, അതായത് നമ്മളുടെയൊക്കെ രാജുവേട്ടൻ എന്നൊക്കെ പലരും വിളിക്കും, പൃഥ്വിരാജിൻ്റെ ഒരു ഡിഫൻഡറിനെ കാൽഗരി റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലേ, ഈ സെറാമിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് റീസ്റ്റോറേഷനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഗരിക്ക് റീസ്റ്റോറിങ്, അതായത് ഡെൻഡിങ്ങും അതുപോലെ തന്നെ അല്ലേ വേറെ എന്തൊക്കെയുണ്ട്? പെയിൻറ്റിംഗ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. പെയിൻറ്റിങ്ങും ഡീറ്റെയിലിംഗും നടത്തുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പഴയ വണ്ടികളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കാൽഗരിനെ ബന്ധപ്പെടാന്നുള്ളതാണ്. പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അല്ലേ, അത് ഫുള്ള് കാൽഗരിനായിരുന്നു ചെയ്തു കൊടുത്തത്. അതിൻ്റെ അടുത്ത് ജയക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതിനെ കുറിച്ച്, അന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാൽഗരിനെ ബന്ധപ്പെടാം. അപ്പോൾ കാൽഗരിൻ്റെ സർവീസുകൾ ചുരുക്കി പറഞ്ഞാൽ റീസ്റ്റോറേഷൻ, ഇപ്പോൾ നമുക്കൊരു വണ്ടി കൊണ്ടുവന്ന് ഫുള്ളായിട്ട് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്ത് കൊടുക്കും, ഡീറ്റെയിലിംഗ് നമുക്ക് ചെയ്യുന്നത്, പിന്നെ സെറാമിക് ചെയ്യും. ഇത് മൂന്നും പക്കായിട്ട്. പിന്നെ നമുക്ക് പറഞ്ഞത് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ഗ്രാഫൈൻ കോട്ടിംഗ് കൂടിയാണ്. ഗ്രാഫൈൻ കോട്ടിംഗ് അതും കൂടി.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ഏൽപ്പിക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് ഞാനും വിശ്വസ്തയോടുകൂടി പറയണം ഏൽപ്പിക്കാം അല്ലേ. അപ്പോൾ ഇത്രയാണ് കാൽഗാരി ഡീറ്റെയിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.